ಹಾಯ್ ಗೈಸ್, ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಯೂಟ್ಯೂಬ್ ಚಾನಲ್. ಎಲ್ಲರೂ ಹೇಗಿದ್ದೀರಾ? ನಾನಂತೂ ಚೆನ್ನಾಗಿದ್ದೀನಿ, ನೀವು ಚೆನ್ನಾಗಿದ್ದೀರಾ ಅಂತ ಭಾವಿಸ್ತೀನಿ. ಹಾಗೆಯೇ ಇವತ್ತಿನ ಬ್ಲಾಗ್ ಏನಂತ ಹೇಳಿದ್ರೆ, ಸೊ ನಾನು ಇಷ್ಟು ದಿವಸ ಕನ್ನಡದಲ್ಲಿ ಬ್ಲಾಗ್ ಮಾಡ್ತಾ ಇದ್ದೆ, ಆದರೆ ಇವತ್ತು ನಾನು ಮಲಯಾಳದಲ್ಲಿ ಬ್ಲಾಗ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಕಾರಣ ಏನಪ್ಪ ಅಂತ ಹೇಳಿದ್ರೆ, ನಮ್ಮ ಹಸ್ಬೆಂಡ್ ಹೇಳಿದ್ರು ಯಾವತ್ತು ನಿಮ್ಮ ಭಾಷೆ ಕನ್ನಡದಲ್ಲೇ ನೀವು ಬ್ಲಾಗ್ ಮಾಡ್ತೀಯಲ್ಲ, ಹಾಗೆಯೇ ಇವತ್ತು ಮಲಯಾಳದಲ್ಲಿ ಬ್ಲಾಗ್ ಮಾಡು ಅಂತ ಹೇಳಿದ್ರು. ಸೊ ಹಾಗಾಗಿ ನಾನು ಇವತ್ತು ಮಲಯಾಳದಲ್ಲಿ ಬ್ಲಾಗ್ ಮಾಡಿದ್ದೀನಿ. ಆದರೆ ನನಗೆ ಜಾಸ್ತಿ ಏನು ಮಲಯಾಳ ಬರಲ್ಲ, ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಮಿಸ್ಟೇಕ್ ಆಗುತ್ತೆ. ಬಟ್ ಅದನ್ನು ಅವ್ರು ಅಡ್ಜಸ್ಟ್ ಮಾಡ್ಕೊಳ್ಬೇಕಷ್ಟೇ. ನನಗೆ ಕನ್ನಡ ಎಷ್ಟು ಚೆನ್ನಾಗಿ ಬರುತ್ತೋ ಆದರೆ ಅಷ್ಟು ಚೆನ್ನಾಗಿ ನನಗೆ ಮಲಯಾಳ ಬರಲ್ಲ. ಅದರಲ್ಲಿ ಒಂದೊಂದು ವರ್ಡ್ಸ್ ಎಲ್ಲ ಮಿಸ್ಟೇಕ್ ಆಗುತ್ತೆ. ಹಾಗೆಯೇ ನನ್ನ ಕನ್ನಡ ಬ್ಲಾಗಿಗೂ ಸಹ ನೀವು ಸಪೋರ್ಟ್ ಮಾಡಬೇಕು, ಹಾಗೆಯೇ ಮಲಯಾಳ ಬ್ಲಾಗಿಗೂ ನೀವು ಸಪೋರ್ಟ್ ಮಾಡಬೇಕು. ಹಾಗೆ ಎರಡೂ ಬ್ಲಾಗ್ ನಾನು ಮಾಡ್ತೀನಿ, ಕನ್ನಡದಲ್ಲೂ ಮಾಡ್ತೀನಿ ಹಾಗೆ ಮಲಯಾಳದಲ್ಲೂ ಬ್ಲಾಗ್ ಮಾಡ್ತೀನಿ. ಸೊ ನೀವೆಲ್ಲರೂ ನನಗೆ ಸಪೋರ್ಟ್ ಮಾಡಬೇಕು, ಓಕೆನಾ? ಎಷ್ಟು ದಿವಸ ನಾನು ಕನ್ನಡದಲ್ಲೇ ಮಾತಾಡೋದು, ಕನ್ನಡದಲ್ಲೇ ಬ್ಲಾಗ್ ಮಾಡ್ತಾ ಇದ್ದೆ. ಆದರೆ ಇವತ್ತು ನಾನು ಮಲಯಾಳದಲ್ಲಿ ಬ್ಲಾಗ್ ಮಾಡ್ತೀನಿ. ಇನ್ನು ಮುಂದೆ ನಾನು ಮಲಯಾಳ ಮತ್ತು ಕನ್ನಡ ಎರಡು ಬ್ಲಾಗ್ ಮಾಡ್ತೀನಿ. ಸೊ ನೀವೆಲ್ಲರೂ ಇದಕ್ಕೂ ನೀವು ಸಪೋರ್ಟ್ ಮಾಡಬೇಕು. ಹಾಗೆಯೇ ಇವತ್ತಿನ ಬ್ಲಾಗ್ ಸ್ಟಾರ್ಟ್ ಮಾಡೋಣ, ಓಕೆನಾ? ചാറ്റി ചാറ്റി നിന്റെ പൊന്നെ എന്താ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ അമ്മയെ വിളിക്കുക. പക്ഷെ കുറച്ച് ഒരു സർപ്രൈസ് തരാന്ന്. കോളേജിൽ പറഞ്ഞാൽ കോളേജ് കുറച്ച് ദിവസം ലീവുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ കുറച്ച് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന്. എന്താ സർപ്രൈസ് ഇത്? ഇങ്ങനെ ഒരു സർപ്രൈസ് തരാം ഒന്നും ആക്കിയിട്ടില്ല വീട്ടിൽ. ഒരു വിളിച്ച് പറയണ്ട, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്തായാലും പറയണല്ല നീ. ശരി, വെയിലത്ത് വന്ന് ഇത്ര സമയം വെയിലത്തിരുന്നതല്ല നീ. വാ അവൾക്ക് കയറി വത്തോ. ശരി, അവിടെ ഇരിക്കട്ടെ. ജ്യൂസിൻ്റെ വെച്ചിട്ട് അമ്മ എവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോയി വിളിക്കാം, ഓക്കെ? ഈ പെണ്ണുന്ന നോക്കുമ്പോൾ എന്തോ കുറച്ച് സംശയം കാണുന്നുണ്ട്. ഇത്ര കൊല്ലം പഠിച്ചത് ഹോസ്റ്റലിൽ തന്നെ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഒരു ദിവസം സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ല. ആയില്ല, ഇന്ന് വന്നപ്പോൾ ഞാനന്ന് പറഞ്ഞ അത് ശരിയാവുന്നില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞ് എന്താ സർപ്രൈസ് ആയിട്ടുണ്ടാവും? എന്തോ എനിക്ക് ഈ പെണ്ണിൻ്റെ മേലെ കുറച്ച് സംശയം പറഞ്ഞുണ്ടല്ലോ. നോക്ക എന്താണ് ചെക്ക് ചെയ്യണം. നോക്കാം എന്താണ്. അവൾ അങ്ങനത്തെ പെണ്ണൊന്നല്ല. സർപ്രൈസ് ആയിട്ട് പറഞ്ഞത് അവൾ മുടി വെട്ടിയത് കണ്ട. എൻ്റെ പൊന്നെ, കോളേജിൽ അപ്പം കയറിയോ അപ്പം സ്റ്റാർട്ടായി. ജീൻസ് പാൻറ്റ് ഇടാനോ ഇങ്ങനെ മുടി വെട്ടാനോ എല്ലാം സ്റ്റാർട്ടായി. എന്തോ എനിക്ക് എന്തായാലും കുറച്ച് സംശയമുണ്ട്. നോക്കാം നമുക്ക്. ഞാൻ കണ്ടുപിടിക്കാം. ഞാനാര് അവളുടെ ഏട്ടൻ്റെ ഭാര്യനല്ല ഞാൻ കണ്ടുപിടിക്കാം. എനിക്ക് അവൾക്ക് എന്തെല്ലാം ആയാലും അവൾ കേൾക്കണം, കുടിക്കണം, ചോദിക്കണം എല്ലാം എനിക്കുണ്ട്. അവൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. ഞാനൊരു അമ്മേൻ്റെ സ്ഥാനത്തുടനാണ്. നോക്കാം ഈ പെണ്ണിന് എന്തൊക്കെ കളികൾ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാം. അവൾക്കിപ്പോൾ ഫസ്റ്റ് കുടിക്കാൻ വെള്ളം ഇട്ട് പോയി കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഫുള്ള് അവളുടെ റൂമിൻ്റെ ഫുള്ള് ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കാം. കുടിക്കാൻ വെള്ളം, തണുപ്പ് വെള്ളമല്ല കേട്ടാ. ഇന്നലെ നൈറ്റ് മഴ വന്നിട്ട് കറണ്ട് പോയി. പിന്നെ നമുക്ക് കുടിക്കാൻ പോകും പച്ച വെള്ളമില്ല, നല്ല തണുപ്പായിട്ട് നല്ല വെയിൽ ചൂട്. നൈറ്റ് നോക്കുമ്പോൾ നല്ല മഴ. ഇപ്പോൾ നോക്കുമ്പോൾ കറണ്ട് വേറെ ഇല്ല. ഇവിടെ വെള്ളം വെക്കട്ടെ. അങ്ങനെയാ? ഇവിടെ ഇപ്പോൾ നല്ല മഴ അല്ലേ? അവിടെ മഴയില്ല. അപ്പോൾ അവിടെ മഴയൊന്നുമില്ല. അവിടെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അതാ ഒരു ചൂട്. നീ ഹേയടെ ഞാനിപ്പോൾ ഉച്ചക്കടിക്ക് ചോറ് എന്താ ആക്കണല്ലേ? എന്താക്ക? ബിരിയാണി ഒന്നും ആക്കാൻ പറ്റില്ല. ഒരു ചോറ് ഒരു ഡാൽ സാമ്പാർ എന്തായാലും ഒരു സാമ്പാർ ആക്കല്ല. എനിക്ക് ബിരിയാണി ആക്കാൻ പറ്റില്ല. ശരി ആയിക്കോട്ടെ, നീ വെള്ളം കുടിക്കും. ഇപ്പോൾ റൂമിൽ കുറച്ച് റെസ്റ്റ് എടുക്കണം, കുറച്ച് പോയിട്ട് കിടക്കണം. ശരി ചേട്ടി. ഞാനിവിടെ വെള്ളം കുടിച്ചിട്ട് പിന്നെ റൂമിൽ പോകും. എന്താ വേണ്ടി ആവട്ടെ, അവളോട് വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്ക് ഈ പെണ്ണിൽ എന്തോ സംശയമുണ്ട്. നോക്കാം എന്താണ്. ഇപ്പോഴത്തെ പെണ്ണുകളല്ലേ കോളേജ് പഠിക്കണതല്ലേ, പറയാൻ പറ്റില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇതെന്തോ ആയിട്ടുണ്ടോ? അതിലൊന്നും കാണുന്നില്ല. അതിൽ എന്താ വേണ്ടി പറയാം. എനിക്ക് ഈ പെണ്ണിൻ്റെ മേലെ സംശയമുണ്ട്. ഞാൻ കണ്ടുപിടിക്കാം. ഇതെന്തോ കോളേജ് പഠിക്കുന്നവരല്ലേ ഇങ്ങനത്തെ പെയിൻറ്റിങ് എല്ലാം എടുക്കും. ഇവിടെ പെയിൻറ്റിങ് എന്താണ് അടിക്കുന്നത്? കോളേജിൽ പോയിട്ട് അടിക്കാനോ? എൻ്റെ പൊന്നെ, ഒന്നും കാണുന്നില്ലല്ല. എന്താ ചെയ്യാ? ചേട്ടി ഇവിടെ റൂമിൽ എന്താ നോക്കുന്നത്? എന്താ എൻ്റെ ബാഗെല്ലാം എടുക്കുന്നത്? നിങ്ങൾ ബാഗിൽ എന്തോ ഉണ്ട്? ബാഗിലല്ലേ എല്ലാം കളിച്ചിട്ട് ഇങ്ങനെ പുറത്തുവിട്ടല്ലേ? എന്താണ്? മോളെ അങ്ങനെ ഒന്നില്ല. ഞാൻ
നീ പറഞ്ഞല്ല പിന്നെ അത്ര ജാസ്തി പൊടികളെല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ച് തുടച്ചിട്ട് പോവാന്ന് ഇങ്ങോട്ട് വന്നു റൂമിക്ക്. അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു പൂച്ച കാണുന്നുണ്ടോ? പൂച്ചനെ തന്നെ ഞാൻ ഓടിക്കണ്ട് നോക്കുന്നത്. എവിടുന്ന് വന്നെന്ന് അറിയില്ല. ചന്തി പൂച്ചയാ? എവിടെ പൂച്ച? നമ്മുടെ വീട്ടിലൊന്നും പൂച്ച ഒന്നും ഇല്ലല്ലോ. എപ്പോഴത്തെ സൈഡിൽ പൂച്ച? അപ്പോഴത്തെ സൈഡിൽ പൂച്ച നമ്മൾ വീട്ടിൽ പോകാറോ? അവിടെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടുന്ന് വന്നെന്ന് അറിയില്ല. പൂച്ച പൂച്ച എവിടെ? ഇവിടെ അല്ലേ ഇപ്പൊ ഇവിടെ സൗണ്ട് കേട്ട് അങ്ങനെ നോക്കാൻ വന്നതാ. തൊടിക്കാൻ വന്നപ്പോ ഓഹോ പൂച്ച അങ്ങടെ അവിടെ ഇങ്ങനെ ഓടി പോയിട്ടുണ്ടാവല്ലേ. ശരി. അവിടെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതെല്ലാം ഓക്കെ. എൻ്റെ ബാഗിലുള്ള ഒരു വൈദ്യമല്ല വലിച്ചു വെച്ചല്ല. എന്താണ് ഈ ചേട്ടത്തിൻ്റെ എന്താ ഇത് ഇങ്ങനെയൊക്കെ എല്ലാം വലിച്ചിട്ടത്? ഇപ്പൊ റൂം എന്തായാലും റൂമെല്ലാം അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ അങ്ങനത്തെ പൊടി കൊണ്ട് ഇരില്ല എപ്പോഴും തൊടിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്നപ്പോ എന്താ വന്നിട്ട് ഇന്ന് രാവിലെ കുറച്ചതല്ല പിന്നെ എന്തെങ്കിലും വലിച്ചിട്ട്. ചേട്ടത്തിക്ക് എന്തായാലും സംശയമുണ്ടോ? അല്ലേ? ശരി ആയിക്കോട്ടെ മോളെ, നീ റെസ്റ്റ് എടുത്തോ. മോളെ കുറഞ്ഞു പോയോ? ചേട്ടി എന്തോ അങ്ങനെ റെസ്റ്റോ ഒന്നല്ല, ജസ്റ്റ് കുറച്ചൊരു അങ്ങനെ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പിന്നെ വാട്സാപ്പ് അങ്ങനെ നോക്കാൻ വന്നിട്ട് കുറച്ച് കിടന്ന്. പിന്നെ ഇവിടെ റൂമിൽ AC ഇല്ലല്ലേ, ഫാൻ ഉണ്ടെന്ന് നല്ല ചൂടാ. ചേട്ടി എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് എന്തോ വാക്ക് പറയാണ്, എന്തോ പറയാണ്. ചേട്ടിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞത് എന്താണ്? കേട്ടേണ്ട കാര്യമല്ല. അപ്പോൾ ഞാൻ എന്തായിട്ട് എനിക്ക് കുറച്ച് ഡൗട്ടുകളെല്ലാം എന്താ ഞാൻ ചോദിക്കണല്ലേ എന്താന്ന്. അത് എന്താന്ന് പറഞ്ഞ നോക്കൂ, നീ ഇങ്ങനെല്ലാം ജീൻസ് പാൻറ് ഇടുന്നത്, പിന്നെ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് പറ. ഇങ്ങനെ ഫ്രോക്ക് ഇടുന്നത് പിന്നെ ഇങ്ങനെ മുടി വെട്ട്, അതൊന്നും നമ്മൾ രസമില്ല. നീ എന്നാ പറയും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇത്രയും ഉള്ളത് ഇങ്ങനത്തെ തന്നെ ഒരു ഡ്രസ്സെല്ലാം ഇട്ട നല്ല ടാപ്സ് ഇട്ട നല്ല അടിപൊളിയായിട്ട് കാണും. നീ തന്നെ ഈ കേരളത്തിൽ നീയെ തന്നെ സുന്ദര കുട്ടീനായിട്ട് കാണും. അത് കിട്ടിയിട്ട് ഇങ്ങനത്തെ ജീൻസ് പാൻറ്റെല്ലാം ഇട്ടെ അത് നോക്കുന്നവർ ആരെങ്കിലും എന്തായാലും പറയും ഒരു കുറച്ചുകൂടി നല്ല കാണുന്നില്ല. ചേർത്തിക്ക് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ചേർത്തി എൻ്റെ മതി വന്നല്ല, ചേർത്തി കുറച്ച് ഇങ്ങനെ തടി വെച്ചിട്ട് പിന്നെ ഇപ്പം കല്യാണമായിട്ട് ഒരു കുട്ടിയും ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അതിൽ ഞാനിപ്പോൾ എന്തായാലും പറഞ്ഞു ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇടാണ് നിങ്ങൾ അങ്ങനെ ഇരിക്കണമെന്ന് ഞാനാവട്ടെ എൻ്റെ അമ്മയാവട്ടെ നമ്മുടെ വീട്ടിലുള്ളവർ ആരെങ്കിലും എന്തായാലും പറഞ്ഞോ? ഇല്ല അല്ല. അപ്പോൾ ചേർത്തിക്കുന്ന ഒരു കാര്യം വരട്ടെ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ചെറിയ കുട്ടിയാണ്. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് കോളേജിൽ പോയപ്പോൾ എല്ലാ പെണ്ണുകളും ഓരോ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരും. ഇപ്പോൾ എങ്ങനെയെന്ന് അറിയുമല്ലോ, ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോൾ എങ്ങനെയെന്നല്ല നിങ്ങൾക്ക് അയാൾക്ക് അറിയുമല്ലോ. പിന്നെ അറിയാത്ത മാതിരി എന്താണ് ചോദിക്കുന്നത്? ഇപ്പം ജീൻസ് പാൻറ് ഇട്ട് എന്തോ കുഴപ്പം, ഇങ്ങനെ ഫ്രോക്ക് ഇട്ട് എന്തോ കുഴപ്പം, ഇങ്ങനെ മുടി കെട്ടിയാൽ എന്തോ കുഴപ്പം? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എൻ്റെ ഡ്രസ്സാണ്, എൻ്റെ വഴി, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ. ഓക്കെ, അത് ചേർത്തിക്ക് പറയുന്നു ഒന്നും ഇതില്ല. എൻ്റെ ഇതിൽ ഞാൻ വേറെ എന്തായാലും ഒരു തെറ്റായില്ല അപ്പം ചോദിച്ചാൽ മതി. ഇപ്പം അങ്ങനത്തെ ഒരു തെറ്റൊന്നും ആയിട്ടില്ല. കോളേജിൽ എനിക്ക് എന്തായാലും കുട്ടി അങ്ങനെ ഞാൻ വീടൊക്കെ വന്നെത്തി അത്രേ. അതിൽ ചേർത്തി എന്തോ എൻ്റെ മേലെ സംശയമല്ല നിങ്ങൾക്ക്. ഇപ്പം ഇത് മുടി വെട്ടിയത് നല്ല മോശമില്ലാന്ന്. അപ്പോൾ ചേർത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ചേർത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. എനിക്ക് എൻ്റെ മുടിനെ ഞാൻ ഇങ്ങനെ കട്ടിങ് ചെയ്യുന്നത് എനിക്കിഷ്ടം. ഞാനൊരു ഫോട്ടോ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ കട്ടിങ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനേ ഇങ്ങനത്തെ ആക്കിയിട്ട് പോയിട്ട് ഫോളോവർ പോയിട്ട് കട്ടിങ് ചെയ്ത്. പക്ഷേ എനിക്ക് നല്ല പ്രശ്നമുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. അതിൽ ചേർത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. ചേർത്തിക്ക് ജീൻസ് പാൻറ്റ് ഇഷ്ടമില്ലെങ്കിൽ എനിക്കിഷ്ടമാണ്. ആരും ചേർത്തി വിടണ്ട. ചേർത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ, ചേർത്തിക്ക് അങ്ങനത്തെല്ലാം മോഡൽ ഇഷ്ടമില്ലെങ്കിൽ ചേർത്തി വിടണ്ട. പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ടല്ലോ ഞാനോടും. പിന്നെ ചേർത്തിക്ക് എന്താ പ്രോബ്ലമാണ്? ചേർത്തിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു റെസ്പെക്റ്റ് ഒന്ന് കൊടുക്കും. പക്ഷേ എൻ്റെ എല്ലാ മാറ്ററും നീ അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട, അത് കഴിക്കണം ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഉണ്ടല്ല. എൻ്റെത് എന്തായാലും ഒരു തെട്ട് കണ്ട മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ ഒരു തെട്ടിയില്ലെങ്കിൽ ചുമ്മാ ആദ്യം ഇത് ഇങ്ങനെ അതൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ല. പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് പിന്നെ പോകും.
പിന്നെ നിങ്ങൾ എന്താ നിങ്ങളെ നല്ലവരുടെ മാത്രമേ വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്നാലും നിങ്ങൾക്ക് അങ്ങനത്തെ റെസ്പെക്റ്റ് കിട്ടുന്നില്ല. ഇത് എപ്പം പറഞ്ഞാൽ അത് ഇന്നേക്ക് ഇതെല്ലാം സ്റ്റോപ്പ് ആവണം. മനസ്സിലായല്ലേ? Oh my god. ഇവിടുത്തെ എന്താണ് പറയാൻ പോയോ എൻ്റെ പൊന്നെ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എത്ര 4 മണിയാവാനായല്ല. ചായ ഇതിനുണ്ടതാ ഇതോ ചായ ആക്കാൻ നീ ചായ കുടിക്കുമോ? ചായ ഒന്നും വേണ്ട. വേണമെങ്കിൽ അമ്മയും നിങ്ങൾ രണ്ടാളും പോയിട്ട് കുളിച്ചാൽ മതി. എനിക്കൊന്നും വേണ്ട. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കണം പറഞ്ഞിട്ട് ഇവിടെ റൂമൊക്കെ വന്നതാ. ശരി ആയിക്കോട്ടെ. ചേർത്തി പുറത്ത് പോകുമ്പോൾ ഡോർ ക്ലോസ് ആക്കിയിട്ട് പോകണേ. അപ്പോൾ നിനക്ക് ചായ വേണ്ടേ? ശരി, അപ്പം ഞാൻ അമ്മ രണ്ടാളും കുടിക്കും. ശരി, നീ ഇവിടെ ഇരുന്നോ. എന്താ വേണമെങ്കിൽ ആയിക്കോട്ടെ. കോട്ട ക്വസ്റ്റ്യൻ റിട്ടേൺ ആൻസർ കൊടുത്തപ്പോൾ കുറച്ച് സൈലൻ്റ് ആയി. നോക്കാം നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാവാൻ. എന്താ വേണമെങ്കിൽ ആവട്ടെ, ഏട്ടൻ്റെ ഭാര്യയല്ല. എന്തായാലും ഒരു കൂടി 2 കൂടി പറഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കാം. പോകുമ്പോൾ വരുമ്പോൾ എല്ലാവരും വേണ്ടത്തതുള്ള പറഞ്ഞിട്ട് ഇരുന്നാൽ ആരും കേൾക്കും. എന്താ വേണമെങ്കിൽ ആവട്ടെ. ഒരു കൂടി ഇങ്ങനെ കൊടുത്താലേ അവർക്ക് ശരിയാവും, ഇല്ലെങ്കിൽ ശരിയാവും. എന്തോ പൊന്നെ, ആ പെണ്ണിൻ്റെ വായി എന്താ ഒരു വായി. ഞാൻ ചോദിച്ചത്ര ജീൻസ് പാൻറ്റ് ഇട്ട നല്ല കാണുന്നില്ല. ഞാൻ പറഞ്ഞത് അവൾക്ക് നല്ല തൊട്ടായിട്ടേ കാണും. ഞാൻ എന്താ പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നില്ല. Oh my god. ഈ വാക്കിന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കുന്നില്ല. ആയില്ല, എൻ്റെ സംശയമാണ്. ഇവിടെ സർപ്രൈസ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ആയാലും വന്നു. ഇതെൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ എൻ്റെ മോളെ അങ്ങനെ, എൻ്റെ മോൾ ഇങ്ങനെയെന്ന് പറയും. എനിക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടിയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇതിനെ ഞാൻ നോക്കിയിട്ട് പോകും. അവൾ എന്തായാലും എനിക്കെന്താ, ഞാനൊരു അമ്മേൻ്റെ സ്ഥാനത്ത് ആ പെണ്ണിക്ക് പറഞ്ഞതാ. അവൾക്ക് ഞാൻ എന്താ പറഞ്ഞാലും അവൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ വേണ്ട. എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അവൾ അങ്ങനെ നിൽക്കട്ടെ. എന്തെല്ലാം ആയിട്ട് പിന്നെ ഈ വീടൊക്കെ വന്നുണ്ടല്ലോ, വീടൊക്കെ കേൾക്കാൻ വിടുന്നില്ല. ഒരു സ്റ്റെപ്പ് ഞാനിങ്ങനെ കാല് വെക്കാൻ വിടുന്നില്ല. ശരിയാക്കാം പെണ്ണെ, ഞാൻ നിന്നെ ശരിയാക്കാം. ನೋಡಿದ್ರಲ್ವ ಗೈಸ್, ಇವತ್ತು ನಮ್ಮ ಬ್ಲಾಗ್ ಹೇಗಿದೆ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ನೀವು ನೋಡಿದ್ರಲ್ವ ಹೇಗಿತ್ತು. ಸೊ ಇವತ್ತಿನ ನಮ್ಮ ಮಳೆಯ ಬ್ಲಾಗ್ ಹೇಗಿತ್ತು ಅಂತ ಹೇಳ್ಬಿಟ್ಟು ನೀವು ಕಮೆಂಟ್ ಮಾಡಿ, ಓಕೆನಾ. ಹಾಗೆಯೇ ನಾನು ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಯಾವ ಬ್ಲಾಗ್ ಮಾಡಬೇಕಂತ ಹೇಳ್ಬಿಟ್ಟು ಸ್ವಲ್ಪ ಐಡಿಯಾಸ್ಗಳು ಕೊಡಿ. ಹಾಗೆಯೇ ನಾನು ಬ್ಲಾಗ್ ಮಾಡಲಿಕ್ಕೂ ನೀವು ಹೇಳ್ದಂಗೆ ಬ್ಲಾಗ್ ಮಾಡಲಿಕ್ಕೆ ನಾನು ರೆಡಿ ಆಗಿರ್ತೀನಿ, ಓಕೆನಾ. ನನಗೂ ತುಂಬ ಅಂದರೆ ಬ್ಲಾಗ್ಸ್ ಎಲ್ಲ ಮಾಡಿ ಯಾವ ಬ್ಲಾಗ್ ನಾನು ಮಾಡಬೇಕು ಅನ್ನೋದೆಲ್ಲ ಡೌಟ್ ಇರುತ್ತೆ. ಸೊ ನೀವು ಕಮೆಂಟಲ್ಲಿ ನಾಡಿದ್ದು ನೀವು ಈ ಥರ ಬ್ಲಾಗ್ ಮಾಡಿ, ನೆಕ್ಸ್ಟ್ ಈ ಬ್ಲಾಗ್ ಮಾಡಿ, ನಿಮಗೆಲ್ಲ ನೀವು ನನಗೆ ಒಂದೊಂದು ಹೇಳ್ಕೊಟ್ರೆ ಅಲ್ವಾ. ನೆಕ್ಸ್ಟ್ ಟೈಮ್ ನಾನು ಅದೇ ಬ್ಲಾಗ್ ಮಾಡ್ತೀನಿ. ಓಕೆ, ಇವತ್ತಿನ ಬ್ಲಾಗ್ ನಿಮಗೆ ಇಷ್ಟ ಆಯಿತು ಅಂದರೆ ಪ್ಲೀಸ್ ಲೈಕ್, ಶೇರ್, ಕಾಮೆಂಟ್. ನೆಕ್ಸ್ಟ್ ಬ್ಲಾಗಲ್ಲಿ ನನಗೆ ಸಿಗ್ತೀನಿ. ಅಲ್ಲಿ ತನಕ ಟಾಟಾ, ಬೈ ಬಾಯ್.